കർത്താവ് തന്ന വീണ്ടും ഈ തന്ന ദൈവത്തിന് നല്ല അവസരത്തിന് ദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. और एक बार परमेश्वर ने जो उपस्थिति दिया है उस उपस्थिति के लिए मैं परमेश्वर को धन्यवाद करता हूं. എല്ലാ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും എല്ലാ എൻ്റെ പ്രിയ സഹോദരങ്ങളെയും ഫ്രണ്ട്സിനെ എല്ലാവരെയും യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യും. और आए हुए सारे भाई बहनों को आप सभी को यीशु मसीह के नाम से हम स्वागत करते हैं. വിശേഷാൽ പ്രിയ ലബോനി സിസ്റ്റർ, സെബോനി, അഥനു, ആശിഷ് പാസ്റ്റർ എല്ലാവരെയും കർത്താവിൽ വന്ദനം ചെയ്യാം. आमेन. विशेष करके प्रभु के दास, उनके परिवार, आशीष पास्टर, उनके परिवार के लिए मैं परमेश्वर को धन्यवाद करता हूँ. എനിക്ക് തോന്നുന്നു 2019 ബിജു പാസ്റ്റർ ഇവിടുന്ന് UK പോയപ്പോൾ നിങ്ങളോട് കൂടെ എനിക്കൊന്ന് ഫുൾ ടൈം ഓൾമോസ്റ്റ് 6 മന്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. आमेन. और पास्टर जी 2019 को जब पास्टर UK गया था उस समय 6 महीना परमेश्वर के भवन में सेवकाई करने के लिए परमेश्वर ने मौका किया है. അന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവരും നമ്മുടെ ഡിമാർട്ടിന്റെ ഓപ്പോസിറ്റ് ആ ചർച്ചിലായിരുന്നു. और उस समय हमारा कलीसिया यहाँ पर नहीं था, हम पुराने जो बिल्डिंग वो डीमार्ट के पास था वहाँ पर हम थे. കർത്താവ് ഇങ്ങനെ വീണ്ടും ഒരു അവസരം ഒരുക്കി അതിന് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. और फिर से परमेश्वर ने मुझे ये मौका दिया है, इसलिए सारा आदर महिमा मैं यीशु को देता हूँ. റൈറ്റ്, നമുക്ക് നമ്മുടെ മുമ്പിലുള്ള അല്പസമയം കർത്താവിന്റെ വചനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മുമ്പിലോട്ട് പോവാം. और जो समय परमेश्वर थोड़ा समय मुझे दिया है परमेश्वर के वचन के अनुसार हम जाएंगे. ഇച്ചിരി വോളിയം കുറച്ച് മോണിറ്റർ കുറച്ച് ഓക്കെ. ഞാൻ നിങ്ങളോട് കൂടെ ഇന്ന് തൊട്ട് ഒരു പുതിയ സബ്ജക്റ്റ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോവാം. और आज से एक नया विषय, एक सब्जेक्ट मैं आप सभी को सिखाने जा रहा हूँ. നിങ്ങൾ അടുത്ത ആഴ്ച തൊട്ട് വരുമ്പം ഒരു പേനായും ഒരു ബുക്കും കൂടെ കൊണ്ടുവരണം. और अगला रविवार जब आप आएंगे एक पेन, एक कलम और एक किताब आप जरूर लेकर आइए. നിങ്ങൾക്ക് ഇത് പഠിക്കാനും എഴുതിയെടുക്കാനും ഒക്കെ ഒത്തിരി നല്ലതായിരിക്കും. और आपको सीखने के लिए और उन बातों को लिखने के लिए बहुत सहायता होगा. റൈറ്റ്, നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ദ ജനറേഷണൽ പ്രോബ്ലം എന്നുള്ളതാണ്. और आज जो हम अभी से जो हम सीखने जा रहे हैं वो है हमारे पीढ़ियों की जो समस्या है उसको हम किस प्रकार हम उसको तोड़ सकते हैं. ബ്രേക്കിംഗ് ദി ജനറേഷണൽ പ്രോബ്ലം, और हमारे पीढ़ियों की समस्या को तोड़ना. നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ വഴി നമ്മുടെ മുകളിലേക്ക് വന്നിട്ടുള്ള അനേക പ്രശ്നങ്ങളുണ്ട്. ഇതിനെ ദൈവവചനത്തിൽ കൂടെ എന്തു പറയുന്നു അത് കണ്ട് നമ്മൾ അതിനെതിരെ പ്രാർത്ഥിക്കാനും ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കാം. हमारे पीढ़ियों से, पूर्वजों से, हमारे माता पिताओं से जो सारा समस्या, जो सारी चीज़ हमारे जीवन में आया है उन चीज़ों को कैसे हम पहचानें और पहचान करके उसको कैसे हम तोड़ करके हम आज़ाद हो जाए. और वचन में उसके बारे में क्या बोलता है हम पढ़ने जा रहे हैं. സാത്താന്റെ ഇഷ്ടം ഇങ്ങനെയുള്ള ഏരിയകളൊന്നും ദൈവമക്കൾ മനസ്സിലാക്കൽ. और शैतान ये चाहता है कि ये सारे जो गहराई के जो विषय है ये विषय को प्रभु के बच्चे वो ना समझे, ये शैतान चाहता है. ഇത് മനസ്സിലാക്കാതിരിക്കാമെങ്കിൽ അവരെയും പിശാചിന് ആ ഒരു പരിധിക്കകത്ത് പിടിച്ചു കെട്ടാൻ പറ്റും. और इसीलिए वो शैतान क्या करता है कि चाहे प्रभु के लोग ना जाने इन सारे विषय को, इसीलिए उसको एक सीमा तक उसको बंद करके रखा है. നിങ്ങൾക്ക് മുമ്പിലോട്ട് പോകാൻ തക്കവണ്ണമുള്ള ആ ഒരു റേഞ്ചിലേക്ക് ദൈവം നിങ്ങളെ തുറന്നു വിടാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. आमीन. परमेश्वर आपको आपके आगे की जीवन में जाने के लिए, आपको आगे बढ़ने के लिए परमेश्वर चाहता है और उसके लिए आप ध्यान से बैठकर सुनें. ഞാൻ ഇന്ന് പകല് മലയാളം സർവീസിൽ ചോദിച്ച ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് വേഗത്തിൽ മുന്നോട്ട് പോവാം. और सुबह भी मैंने मलयालम सर्विस में मैंने एक प्रश्न पूछा था और वही प्रश्न को मैं आज आपको भी मैं पूछना चाहता हूँ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാം യങ് ആൾക്കാരാ. നിങ്ങൾ എല്ലാവരും യങ് ആൾക്കാരാ. അതുകൊണ്ട് ഞാൻ यहाँ पर जो भाई बहन जो आप बैठे हुए हैं अधिक से लोग आप लोग जवान लोग हैं. നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വഭാവം നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? क्या आप विश्वास करते कि आपके माँ बाप के अंदर जो स्वभाव है वो स्वभाव आपके भी अंदर है? आप लोग विश्वास करते हैं? എന്തു പറയുന്നു? മാതാപിതാക്കളുടെ സ്വഭാവം നിങ്ങളുടെ അകത്തുണ്ടോ? माता पिता के स्वभाव आपके अंदर है? ചിലർ മിണ്ടാതിരിക്കുന്നത്. कुछ लोग एकदम शांत है. റൈറ്റ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം കാണും. और आपके बच्चे में आपका स्वभाव दिखाई देगा. ഇല്ലേ?
हाँ या नहीं? നിങ്ങൾ കല്യാണം കഴിക്കാത്തതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്, आपको मलयालम समझ में नहीं आ रहा है? അല്ലെങ്കിൽ നിങ്ങൾ വർത്താനം പറഞ്ഞേ. കല്യാണം കഴിക്കാത്തതുകൊണ്ടാ. आपका शादी नहीं हुआ है इसीलिए आपको ये बात समझ में नहीं आ അപ്പൊ रहा. നിങ്ങൾ മനസ്സിലാക്കിയേ, നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവം മാത്രമല്ല നിങ്ങളിൽ വന്നേക്കുന്നേ, മറ്റു പലതും വന്നു കാണും. आपको समझना है आपके माँ बाप के स्वभाव सिर्फ ही नहीं और भी बहुत सारी चीज आपके जन्म में आए हैं. ആ മാതാപിതാക്കളുടെ സ്വഭാവങ്ങൾ മാത്രമല്ല, രോഗങ്ങളുണ്ടെങ്കിൽ വരാം, വേറെ കാര്യങ്ങൾ, ശാപങ്ങളുണ്ടേ വരാം, സ്പിരിച്വൽ അറ്റാക്ക് ഉണ്ടേ വരാം, ഇതിങ്ങനെ പല കാര്യങ്ങൾ വരാം. सिर्फ आपके माँ बाप के स्वभाव सिर्फ नहीं, आपके माँ बाप के बीमारी, माँ बाप के जीवन में जो बंधन थे वो बंधन, आपके माँ बाप के जीवन में जो श्राप था वो श्राप भी आपके जीवन में आते നിങ്ങൾ हैं. ഒരു ഹോസ്പിറ്റലിൽ പോയാൽ, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം ഡോക്ടർ ചോദിക്കും, നിങ്ങൾ ഹാർട്ടിൻ്റെ പ്രോബ്ലമായിട്ടോ ക്യാൻസർ ആയിട്ടോ ഇങ്ങനെയുള്ള രോഗവുമായിട്ട് ചെന്നാൽ ഡോക്ടർ നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ ആർക്കൊക്കെ ഈ അസുഖമുണ്ട്, അപ്പനുണ്ടോ അമ്മയ്ക്ക് ഈ അസുഖമുണ്ടോ എന്നൊക്കെ ചോദിക്കും. और अगर आप किसी भी अस्पताल में जाए और किसी भी डॉक्टर के पास जाए किसी भी इलाज के लिए, तो वो डॉक्टर आपको पहले पूछेगा क्या आपके माँ बाप को भी ये समस्या था, किसी भी प्रकार की बीमारी शायद वो क्यों ना हो, वो पूछेगा आपके माँ बाप को क्या था, आपके पीढ़ी में किसी को ये बीमारी था, ऐसा पहला प्रश्न वो നിങ്ങളുടെ पूछेगा. അമ്മാച്ചനുണ്ടോ എന്ന് വരെ ചോദിക്കും. और वो पूछेगा क्या आपके दादा दादी उनको क्या था ये बीमारी. അമ്മയുടെ ലൈനിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും, പിതാവിന്റെ ലൈനിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. आपके मतलब आपके जो मम्मी के घर से वहाँ के मतलब लोगों से पूछेगा क्या उनको कोई बीमारी था, या पिता के घर के उस और अगर किसी को क्या ऐसा बीमारी था, ऐसा पूछेगा. എന്തിനാ ഇത് ചോദിക്കുന്നത്? क्यों ऐसा पूछते हैं? പുള്ളി കല്യാണം ആലോചിക്കാനാണോ? क्या वो मतलब शादी के बारे में मतलब बात करने के लिए पूछता है क्या? അല്ലല്ലല്ലല്ല, नहीं नहीं नहीं. ഇത് ഹെറിഡിറ്ററി ആണോന്ന്, ഇത് ട്രഡീഷണൽ ആണോ എന്ന് നോക്കുക. वो देखता है कि ये कोई पीढ़ियों का बीमारी है क्या या नहीं, वो देखने के लिए पूछता है. ഇന്നത്തെ കാലത്ത് ഹെറിഡിറ്ററി സിക്നസസിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാം. और अभी के इस युवा में हमारे पीढ़ियों से आने वाले बीमारी को हम जांच सकते हैं. കേട്ടോ, ഇതിനൊക്കെ പല ഇന്നത്തെ ജെനറ്റിക് ചെക്ക് ചെയ്യുന്ന പല സിസ്റ്റങ്ങളുണ്ട്. और अभी हमारे मतलब पीढ़ियों से पूर्वजों से आने वाले बीमारियों को मतलब जांचने के लिए अभी के समय में मशीन टेक्नोलॉजी आ चुके हैं. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ലൈഫ് സേവിങ് ഒരു മെസ്സേജ് ആയി തീരട്ടെ. और आज ये जो परमेश्वर का जो संदेश है आपके जीवन को बचाने वाला एक संदेश में നിങ്ങൾ बदले അതുകൊണ്ട് पाए. ശ്രദ്ധിച്ച് കേൾക്കണം. इसलिए आप लोग ध्यान ഞാൻ से ചുമ്മാ പറയുന്നല്ല, എല്ലാ യങ് പിള്ളേരും ശ്രദ്ധിച്ച് കേൾക്കണം. मैं चुपके नहीं बोल रहा हूँ, सारे युवक लोग विशेष करके आपको ध्यान से सुनना है. കാരണം യങ്സ്റ്റേഴ്സ് ഓർക്കുന്ന ഇന്നത്തെ ചോരത്തിളപ്പിൽ ഇതൊന്നും സംഭവിക്കത്തില്ലെന്നാ. और अभी के युवक लोग सोचते हैं कि ऐसा सारा चीज ये होता नहीं है, ऐसा सोचते हैं. പക്ഷേ നിങ്ങളുടെ ഒരു പ്രായമാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കിടപ്പുണ്ടെങ്കിൽ ഇത് ആക്ടിവേറ്റ് ആകാനുള്ള സമയമെടുക്കും. ചിലത് വിഷയങ്ങൾ ആക്ടിവേറ്റ് ആകുന്നത് നിങ്ങളുടെ പിതാവിന് 40-ാമത്തെ വയസ്സിൽ ഒരു പ്രശ്നം വന്നെങ്കിൽ നിങ്ങൾക്ക് 20-ാമത്തെ വയസ്സിൽ ഒന്നും അതിൻ്റെ സിംറ്റം പോലും കാണത്തില്ല. और क्योंकि ये सारा चीज आपके जीवन में ये कुछ दिन होने के बाद आपके जीवन में आ सकता है. कुछ समय पिता को अगर 40 साल में कुछ चीज ऐसा प्रकार के कुछ भी सिम्टम्स है, आपको 20 साल में उसका कोई भी परिचय आपको नहीं मिलेगा. നിങ്ങളുടെ 30-35 വയസ്സുകളിലൊന്നും അറിയത്തോലുമില്ല. आपके 30 आपके 25 साल में आपको कुछ पता भी नहीं चलेगा ऐसा एक बीमारी है बोलकर. 40കളിൽ വന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ 40കളിൽ അത് നിങ്ങളുടെ ലൈഫിലും ആക്ടിവേറ്റ് ആകത്തുള്ളൂ. और अगर आपके पिता को 40 साल में वो बीमारी था, वो चीज आपके 40 साल में वो दिखाई നിങ്ങൾക്ക് देगा. ഇന്ന് ഈ വചനം മനസ്സിലാക്കി നിങ്ങൾ യേശു കർത്താവിൻ്റെ വചനത്തോട്, പരിശുദ്ധാത്മാവിനോട്, യേശുവിനോട് അടുത്ത് ചെന്നാൽ ദൈവം നിങ്ങളെ ഇന്ന് 20കളിൽ തന്നെ ദൈവം നിങ്ങളെ വിടുവിക്കും. लेकिन आज अगर परमेश्वर के वचन को अगर आप समझ पाएंगे, परमेश्वर के वचन के द्वारा, उसके आत्मा के द्वारा, ये हालेलुया. सारे प्रकार की चीजों से आप बाहर आ सकते हैं. ഓ, നമുക്ക് അതിലേക്കൊന്ന് വരാം. और इसीलिए आए हम उसकी ओर आए. നമ്മൾ ദൈവമാണ് ഇസ്രയേലിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ മുമ്പിൽ ഈ ഒരു നിയമം വെച്ചത്. സകല ഭൂമിക്ക് മീതെ വെച്ചേക്കുവാണ്. പ്രത്യേകിച്ച് ഇസ്രയേലിൻ്റെ മുമ്പിലോട്ട് ഈ സാധനം അങ്ങോട്ട് വെക്കുക.
और हमारा प्रभु यीशु मसीह हमारा परमेश्वर वो दुनिया के सारे लोगों के आगे एक नियम और विशेष करके इस्राएली लोगों के आगे एक नियम रखा നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം. ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല, നമുക്ക് നോക്കാം. ഇത് തുടങ്ങുന്നത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങളിലാണ്. പുറപ്പാട് പുസ്തകം और हम 2-3 वचन को देखेंगे, ज्यादा वचन को नहीं देखेंगे और हम पहले निकालेंगे हम मतलब Exodus chapter 20 निर्गमन के किताब उसका 20 अध्याय उसका 5 and 6. 5 और 6वां वचन को हम നിങ്ങൾ निकालेंगे. എല്ലാവരും ഇത് എഴുതിയെടുക്കുവോ? അടുത്ത ദിവസം വരുമ്പോൾ നിങ്ങൾ ബുക്കും പേനായുമായിട്ടൊക്കെ വരണം. और ये सारे जो वचन है आप इसको लिख कर रखें, इसीलिए अगले रविवार से आप एक कलम और एक किताब को जरूर लाइए. വായിച്ചാട്ടെ. और 20 का 5 और 6वां वचन को आप पढ़ सकते हैं. 5 में लिखा है, तू उनको दंडवत ना करना और ना उनकी उपासना करना, क्योंकि मैं तेरा परमेश्वर यहोवा जलन रखने वाला परमेश्वर हूँ. और जो मुझसे बैर रखते हैं उनके बेटों और पोतों और परपोतों को भी पितरों का दंड दिया करता हूँ. और जो मुझसे प्रेम रखता है और मेरी आज्ञाओं को मानते हैं उन हजारों पर करुणा दया करता हूँ. അവിടെ പറയുന്നുണ്ട്, മൂന്നാമത്തെ, നിങ്ങൾ എൻ്റെ വചനം കേട്ടില്ലെങ്കിൽ അനുസരിച്ചില്ലെങ്കിൽ ദൈവം വെറുക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കാൻ പോയാൽ പിതാക്കന്മാരുടെ അകൃത്യം നോക്കിയേ, മക്കളുടെ മക്കളോട് മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ ദൈവം കണക്കിടുവന്നു. देखिए यहाँ पर यहोवा परमेश्वर कहता है कि अगर तुम जो मुझे पसंद नहीं है उन सारे चीजों को अगर तुम करोगे तो उसका दंड तुम्हारे तीसरे पीढ़ी तक उसका दंड അവിടെ चलेगा. പറഞ്ഞേക്കുന്ന ഒരു വേർഡ് ഉണ്ട്, അകൃത്യം. वहां पर लिखा है कि तुम्हारे जो अधर्म. നിങ്ങൾക്ക് ഈ ബാക്കിയുള്ള വാക്യങ്ങളെല്ലാം നോക്കാം. പുറപ്പാട് പുസ്തകം 34:7 അവിടെയും പറഞ്ഞിട്ടുണ്ട്. और उसका Exodus 34:7 और निर्गमन उसका 34 का 7 भी अगर आप पढ़ेंगे तो वहां पर भी आप देख पाएंगे. वहां पर ऐसा लिखा है, हजारों पीढ़ियों तक निरंतर करुणा करने वाला, अधर्म और अपराध और पाप का क्षमा करने वाला है, परंतु दोषी को वो किसी प्रकार निर्दोष ना ठहराएगा. वो पितरों और अधर्म का दंड उनके बेटों वरन पोतों और परपोतों को भी देने वाला है. ഇനി ഒന്ന് രണ്ട് വാക്ക്. നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 14-ാം അധ്യായം, ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 14:17. आए हम और भी एक वचन पढ़ेंगे. हम गिनती की किताब उसका 14 अध्याय उसका 17वां वचन को हम निकालेंगे. वहां पर ऐसा लिखा है, सो अब प्रभु की सामर्थ की महिमा तेरे इस कहने के अनुसार हो. 17. यस. ഓക്കെ, നിങ്ങൾക്ക് അവിടെയും കാണാൻ വേണ്ടി പറ്റും പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ സന്ദർശിക്കുന്നവൻ. और आप देख सकते हैं इन तीनों वचनों से कि पिता के जो अधर्म है, पिता के जो अपराध है, वो सारे के दंड 3 पीढ़ियों पर उनके बेटे, उनके पोतों और उनके परपोतों पर जाने वाला है. ഡ്യൂട്രോണമിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. और व्यवस्था विवरण में भी लिखा है. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചേ, इसलिए अभी आप ध्यान दें, ഇത് ആരോടാ ഇത് പറയുന്ന ദൈവം? ये किन को बोल रहा है परमेश्वर? ഇസ്രായേൽ ജനത്തോടാ പറയുന്നത്. इस्राएल लोगों को बोल रहा है. ഇവരെ ഇത് എവിടെ വെച്ചാ ദൈവം ഇത് പറയുന്നത്? और कहां से परमेश्वर इसको बोल रहा है? സീനായി പർവ്വതത്തിന്റെ താഴ്വര വെച്ചാ ദൈവം ഇത് പറയുന്നത്. और सीनाई पर्वत के तराई से यहोवा बोल रहा है. ഇവരെ എങ്ങോട്ട് പോകുന്നവരാ? और इन लोग इस तरफ जाने वाला लोग है. എങ്ങോട്ട് പോകുന്നവരാ? वो कहां भी जाने वाला लोग है. ഇവരെ ദൈവം ഈജിപ്തിൽ നിന്ന് വിടുവിച്ച് प्रोमिस लैंडലേക്ക് ദൈവം ഇവരെ കൊണ്ടുപോവാം. आमीन. परमेश्वर इसको मिस्र देश से छुड़ा करके उनको वायदा की देश की ओर लेकर जा रहा है. പോകുന്ന വഴിയിൽ 3-ാം മാസം എത്തിയപ്പം സീനായി പർവ്വതത്തിന്റെ താഴ്വര വന്നു. और जाते समय 3 महीना के बाद इस्राएल लोग सीनाई पर्वत की ओर पहुंचता है. ഇവിടെ വെച്ച് വരുമ്പോഴത്തേക്കിന് ഇവര് 4 പ്രധാനപ്പെട്ട യഹൂദന്റെ ഫീസ്റ്റുകൾ സെലിബ്രേറ്റ് ചെയ്തു കഴിഞ്ഞു. और ये सीनाई पर्वत के पास आने के बाद 4 प्रकार के इस्राएल लोगों के जो तैयार है, जो पर्व है, उसको वो पालन किया. ഏതൊക്കെ ഫീസ്റ്റാ? क्या क्या वो पर्व है? ഒന്നാമത്തെ ഫീസ്റ്റ് പാസ് ഓവർ.
पहला जो मतलब जो पर्व है वो पास ओवर है, രണ്ടാമത്തെ ഫീസ്റ്റ് അൺലിവൻ ബ്രെഡ്, और दूसरा है मतलब रोटी का पर्व है, അടുത്ത മൂന്നാമത്തെ ആദ്യ ഫല കറ്റയുടെ പെരുന്നാൾ, और तीसरा है कि पहलोटा जो मतलब पर्व है, നാലാമത്തെ ഫീസ്റ്റ് പെന്തക്കോസ്റ്റ് പെരുന്നാൾ. और चौथा जो पर्व है वो पेंतिकोस्ट का पर्व है. നമ്മൾ ഇവിടെ ഇരിക്കുന്നവർ 4 ഫീസ്റ്റിനകത്തുള്ളവരാ. और हम ये सब लोग जो यहाँ पर बैठे हैं ये 4 पर्व के अंदर में हैं. നമ്മളും പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മളും വിടുതലായതാ. और हम लोग फंसा उस यीशु मसीह के उस लहू के द्वारा हम उद्धार पाए गए हैं. കറക്റ്റ് അല്ലേ? हाँ या नहीं? രണ്ട് അൺലിവൻ ബ്രെഡ്, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് ജീവിക്കുന്നവരാ. और अखमेरी जो रोटी है वो रोटी को हम मनाते हैं और मनाकर हम जीते हैं. മൂന്നാമത്തെ ആദ്യഫല കറ്റ, യേശുവാണ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്, ആദ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റത്. അതിനെക്കുറിച്ച് പറയുന്നു. और अगले यीशु कहता है कि पहलोटा का जो मतलब पर्व है, यीशु मसीह मरे हुए होने के बाद जी उठने वाला पहलोटा है और हम उसकी जय जयकार करते हैं. നിങ്ങൾക്ക് സംശയം വരല്ലേ, പഴയ നിയമത്തിലും പലരും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്, പക്ഷെ അവരാരും സ്വർഗ്ഗത്തിൽ പോയിട്ടില്ല. आप लोग मतलब कंफ्यूज मत हो जाए, पुराने नियम में भी कुछ लोग जी उठा है लेकिन उन लोग कोई स्वर्ग में नहीं गया है. അവരെല്ലാം പോയത് പാതാളത്തിലേക്കാ. वे सारे लोग पाताल में गया है. പക്ഷെ യേശു കർത്താവ് മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലം എന്നവണ്ണം അവൻ ഉയർത്തെഴുന്നേറ്റു. लेकिन यीशु मसीह जी उठने में पहलौटा है जो जी उठा है. ഇനി നാലാമത്തേത് പെന്തക്കോസ്റ്റ് ഫീസ്റ്റ് സെലിബ്രേറ്റ് ചെയ്തു. और चौथा जो है वो पेंतिकोस्ट की जो पर्व है. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തല്ലേ? ये 4 चीज हम लोग भी मनाते हैं ना. നമ്മുടെ മുമ്പിൽ ദൈവം ഇത് വെക്കുന്നേ. आमीन. और इसीलिए परमेश्वर हमारे आगे खड़े हैं. ഇസ്രായേലിന്റെ ഇത്രയും കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത ഇസ്രായേലിനോടാ ദൈവം പറയുന്നത്. आमीन. ये सारे पर्व को मनाने वाले इस्राएल लोगों को यीशु मसीह कहता है, നീ എന്റെ വചനം വിട്ടുമാറിയാൽ, എന്നെ ധിക്കരിച്ചാൽ, അനുസരണക്കേട് കാണിച്ചാൽ, ഞാൻ പിതാക്കന്മാരുടെ അകൃത്യം, ആ വേർഡ് ഓർത്തിരിക്കുക, അകൃത്യം, ഞാൻ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ സന്ദർശിക്കും. आमीन. अगर तुम मेरे वचनों को अगर टल दोगे, अगर तुम मेरे वचनों को पालन नहीं करोगे, तो पिता के जो अपराध है वो अपराध तुम्हारे तीसरे पीढ़ी तक, तुम्हारे बच्चे, तुम्हारे पोते, तुम्हारे परपोते तक वो जाने वाला है. നമ്മളുടെ ലൈഫിലും ഇങ്ങനെ ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കണം, ഉപവസിക്കാനിരിക്കണം. और इसीलिए हमारे जीवन में भी इस सारे विषय के लिए हमें प्रार्थना करना है और हमें उपवास भी करना है. ഞാൻ അല്പം കൂടെ സ്പീഡിന് മുമ്പിലോട്ട് പോകട്ടെ. और भी हम आगे बढ़ेंगे. ദൈവം പറഞ്ഞേക്കുന്ന വേർഡ് സിൻ ആൻഡ് ട്രസ്പാസ് ആൻഡ് ഇനിക്വിറ്റി എന്നുള്ള വേർഡാ പറഞ്ഞേക്കുന്നത്. और वहां पर यीशु कहता है कि पाप और अपराध के बारे में वो पद इस्तेमाल किया गया है. ആ പിതാക്കന്മാരുടെ അകൃത്യം, അകൃത്യം എന്നുള്ള വേർഡ് ദൈവം എടുത്തു. പിതാക്കന്മാരുടെ അകൃത്യം ഞാൻ മൂന്നാമത്തെ നാലാമത്തെ തലമുറയുടെ കണക്കെടും. परमेश्वर कहता है कि तुम्हारे पिता के जो अपराध है वो अपराध का फल तुम्हारे तीसरे पीढ़ी तक मैं उसे दूंगा. അകൃത്യം, ये अपराध क्या है? അകൃത്യം എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇത് പാപമെന്ന് പറയുന്ന ആ ഗ്രൂപ്പിനകത്ത് വരുന്നതാ. और जब हम इस अपराध क्या है अगर उसको जानना चाहेंगे, ये जो अपराध है ये पाप के उस अंदर आने वाला एक पद है. ഒന്നാമത്തെ വേർഡ് പാപം അല്ലെങ്കിൽ സിൻ. पहला जो बात है वो है पाप. സിൻ എന്ന് പറഞ്ഞാൽ ആ വേർഡിന്റെ റൂട്ട് ലാംഗ്വേജിലുള്ള അർത്ഥം മിസ്തി മാർക്ക് എന്നാ. मिस्ती मार्क, लक्ष्य തെറ്റിപ്പോയി, मिस्ती मार्क. और अगर उस पाप को अगर गहराई से अगर हम जानेंगे, उसकी जो सही मतलब है उसको अगर हम जानेंगे, तो पाप का मतलब है कि हम हमारे रास्ता से हम भटक गए हैं. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, ദൈവമക്കളുടെ അകത്ത് ദൈവാത്മാവുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് തന്നെ പാപബോധം തരും. और अगर आप परमेश्वर के संतान हैं, परमेश्वर की आत्मा अगर आपके अंदर है, अगर आप पाप करते हैं तो परमेश्वर की आत्मा आपको सचेत करता ആ है. പാപബോധം തരുന്ന ഉടനെ യേശു കർത്താവിന്റെ ക്രൂശിന്റെ അടുക്കൽ വന്ന് യേശുവിനോട് പോയി ക്ഷമ ചോദിച്ച് ഏറ്റു പറഞ്ഞാൽ ദൈവം അത് നമ്മളോട് ക്ഷമിക്കും. और जब परमेश्वर की आत्मा हमें सचेत करता है, उस पाप के बारे में जब हमें बताता है, विवेक देता है, तो हमें क्या करना है? हमें परमेश्वर के चरणों में आ करके हमें क्षमा मांग करके हमें आजाद होना है. യേശുവിനെ അറിയാത്ത ഇല്ലാത്ത ഒരു അവിശ്വാസികളായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരുടെ അകത്ത് മനസാക്ഷിക്കകത്ത് അവരുടെ അകത്ത് ദൈവം ആ ബോധം കൊടുത്തു, മനസാക്ഷി കുത്തലുണ്ടാകും. आमीन. लेकिन जो मसीह में नहीं है, मसीह विश्वास में नहीं है, उनके अंदर जब वो पाप करते हैं, उनके विवेक में परमेश्वर पश्चाताप लेकर आता है. കോൺഷ്യസിനകത്ത് उनके विवेक के अंदर ആ കോൺഷ്യസിനകത്ത് കുത്തൽ വരും.
और उनके मन के अंदर उनके विवेक में ये पश्चाताप आता है। ആ വ്യക്തി ദൈവത്തെ അറിയാത്ത വ്യക്തിയാണെ പോലും മനസാക്ഷി കുറ്റം വിധിക്കുമ്പം അദ്ദേഹം മാനസാന്തരപ്പെട്ടാൽ ദൈവം ക്ഷമിക്കും. और वो व्यक्ति यीशु को नहीं जानता है तो भी अगर वो जो पश्चाताप को अगर स्वीकार करके प्रभु के पास माफी मांगता है तो वो आजाद हो അപ്പൊ जाता है। ഒന്നാമത്തെ പാപം അത് കഴിഞ്ഞു. അത് സെറ്റിൽ ചെയ്യേണ്ട സമയം സന്ധ്യയാകുന്നതിന് മുമ്പേ അന്ന് രാത്രി തന്നെ അത് സെറ്റിൽ ചെയ്യണം. और इससे पहला जो है वो पाप है, और इस पाप को हमें सांझ होने से पहले हमें क्या करना है, रात होने से पहले हमें क्या करना है, माफी मांग लेना चाहिए। രണ്ടാമത്തെ വേർഡാണ് ലംഘനം അല്ലെങ്കിൽ ട്രസ്പാസ്, ട്രാൻസ്ഗ്രഷൻ. और दूसरा जो वाक्य है वो मतलब क्या है, उल्लंघन करना. ലംഘനം, ട്രസ്പാസ് അല്ല ട്രാൻസ്ഗ്രഷൻ എന്നുള്ള വേർഡാണ്. और हमारे जो मतलब हमारे जो दोष है, നിങ്ങൾ ഇനി ആ വേർഡ് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറയാം. പാപം വീണ്ടും 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 ചെയ്തുകൊണ്ടിരുന്നാൽ, മാനസാന്തരപ്പെടാതെ ചെയ്തുകൊണ്ടിരുന്നാൽ അത് ലംഘനമാവും. और ये जो पाप जो है, इस पाप को एक बार नहीं बार बार अगर हम पाप को करते जाएंगे तो ये पाप हमें क्या करता है, हमें मतलब और भी गहराई पाप की ओर लेकर जाता है. ലംഘനം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നാൽ അത് അകൃത്യമാകും. और ये जो पाप हम बार बार करेंगे तो ये पाप अपराध हो जाता है. എല്ലാ പാപങ്ങളും ഇങ്ങനെ അകൃത്യത്തിലോട്ട് മാറത്തില്ല, പക്ഷെ ചിലത് ഡയറക്റ്റ് അകൃത്യത്തിലോട്ട് തന്നെ പോവാം. लेकिन हर पाप ये अपराध नहीं होता है, लेकिन कुछ पाप ऐसा है कि हम सीधा अपराध कर बैठते അപ്പൊ हैं. നോക്കിയ പാപത്തിന്റെ ഇന്റൻസിറ്റി കൂടുന്നതാണ് ട്രസ്പാസ്, ട്രസ്പാസിന്റെ ഇന്റൻസിറ്റി കൂടുന്നതാണ് ഇനിക്വിറ്റി. देखिए, हम जब एक पाप करते हैं वो अधिक करते करते वो पाप क्या करता है, और भी गहराई हो जाता है, और वो पाप और भी गहराई से हम करते तो वो पाप अपराध हो जाता है. ദൈവം എന്തോ പറഞ്ഞേക്കുന്നേ, പിതാക്കന്മാരുടെ പാപം എന്നാണോ പറഞ്ഞേക്കുന്നേ, പിതാക്കന്മാരുടെ ലംഘനം എന്നാണോ പറഞ്ഞേക്കുന്നേ, അതോ പിതാക്കന്മാരുടെ അകൃത്യം എന്നാണോ പറഞ്ഞേക്കുന്നത്? देखिए, यहाँ पर परमेश्वर ने क्या कहा कि पिताओं के पाप क्या बोला है, या पिताओं के दोष को बोला है, या पिताओं के अपराधों को बोला है? कौन सा, ഏതാ പറഞ്ഞേക്കുന്നേ? क्या बोला है, किसके बारे में बोला है? പിതാക്കന്മാരുടെ അകൃത്യം, പാപമല്ല അകൃത്യം. पिताओं के अपराध. അപ്പൊ പാപത്തിന്റെ ഒക്കെ റേഞ്ച് കഴിഞ്ഞു, पाप का रेंज खत्म हो चुका है, ലംഘനത്തിന്റെ റേഞ്ച് കഴിഞ്ഞു, और दोष का भी मतलब रेंज खत्म हो चुका है, അകൃത്യമായി. और अभी ये अपराध बन गया. പിതാക്കന്മാരുടെ അകൃത്യം ഞാൻ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോട് കണക്കിടും. और पिता के जो अपराध का फल वो मैं मतलब तीसरे पीढ़ी तक मैं दूंगा बोल. ചില വ്യക്തികൾ അവര് പാപമാണെന്ന് അറിഞ്ഞിട്ടും അത് എല്ലാരും ചെയ്യുന്നു എന്ന് പറഞ്ഞു പോയി കാണും. और कुछ लोग पाप करते हैं और बोलते हैं और जानते हैं कि ये पाप है, लेकिन फिर भी सोचते हैं कि हाँ सब लोग तो कर रहा है, इसीलिए उसको कुछ भी क्षमा ना मांगकर वैसे ही चलते हैं. പിതാക്കന്മാരോ മാതാക്കളോ അങ്ങനെയല്ല, പൂർവ്വ മാതാപിതാക്കളോ അവരുടെ പൂർവ്വ മാതാപിതാക്കളോ ആരെങ്കിലും അങ്ങനത്തെ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കേ, നിങ്ങൾ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അതിൻ്റെ എന്തെങ്കിലും സിംറ്റംസ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ മാറ്റിക്കളഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലും ആ അറ്റാക്ക് അതിന്റെ സമയമാകുമ്പോൾ വരാൻ സാധ്യതയുണ്ട്. और आपके माँ के जीवन में जो अपराध है, आपके पिताजी के जीवन में जो अपराध है, उनके बाप दादाओं के जीवन में जो अपराध था, वे सारे चीज़ों को आप समझ करके जब आप अंगीकार नहीं करेंगे या मुंह खोलकर जब तक नहीं बोलेंगे वो सारी चीज़ों को, तो समय जब आएगा उसका जो फल वो आपके जीवन में कार्य करेगा. അത് രോഗമാകിക്കൊള്ളട്ടെ. നിങ്ങളുടെ പിതാക്കന്മാരുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ പാരമ്പര്യ രോഗമുണ്ടായിരുന്നെങ്കിൽ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ ആരുടെയെങ്കിലും ലൈഫിൽ പാരമ്പര്യ ശാപങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളുടെ പിതാക്കന്മാരുടെയോ മാതാക്കളുടെയോ ആരുടെയെങ്കിലും ലൈഫിൽ പൈശാചിക അറ്റാക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ 15 കൂട്ടം വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാം. और आपके माँ बाप के जीवन में अगर कुछ मतलब बीमारी है तो, या तो कुछ प्रकार के अगर मतलब श्राप है तो, कुछ प्रकार के कुछ भी हो ना क्यों ना हो, वे सारे चीज हम उसी प्रकार हम 15 कार्यों को हम आज देखेंगे. നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? आपको समझ में आ रहा है हम क्या बोल रहे हैं? നമ്മുടെ ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, വാഴ എന്ന് പറയുന്ന ഒരു ചെടി കണ്ടിട്ടുണ്ട്. വാഴ, ബനാന ട്രീ. हमने मतलब
मतलब केले के जो हम पेड़ देखा है ना, ബനാനയുടെ ട്രീ ഡിഫറെന്റ് ടൈപ്പിലുള്ള പഴങ്ങളുണ്ട്. ഏലക്കയുണ്ട്, അല്ലാത്ത ബനാന ഉണ്ട്, ലോഡ് ഓഫ് തിങ്. എനിക്ക് ഹിന്ദിയിൽ എന്തോ പറയുന്നത് എനിക്ക് അറിയത്തില്ല. और केला का विभिन्न प्रकार के वैरायटी है ना, केला का विभिन्न प्रकार के वैरायटी है. കേരളത്തിലാണെങ്കിൽ ചുമന്ന പഴമുണ്ട്, മഞ്ഞപ്പഴമുണ്ട്, പച്ചപ്പഴമുണ്ട്, ഏത്തക്ക എന്ന് പറഞ്ഞ സാധനമുണ്ട്, കദളി, അതുകൊണ്ട് ഒത്തിരി സാധനമുണ്ട്. बहुत प्रकार के केला का वैरायटी है, उसका भाग है, उसका विभिन्न नाम है. हम शायद आप में से लोग जानते होंगे. അറിയാമല്ലോ, നോർത്ത് ഇന്ത്യയിലൊക്കെ आप लोग देखा है ना, हमारे गांव में केला का विभिन्न भाग आपने देखा है ഓക്കെ. ना? അതിനകത്ത് ഒരു ചെടി എടുത്തോ, ഏത്തക്ക എന്ന് പറയുന്ന, അതിനെന്തോ എന്തോ അതിന് ഹിന്ദി പറഞ്ഞേ, കേല എന്നായിരിക്കും ജനറലി പറയുന്നത്. എന്തോ അതിന്റെ मतलब പേര്. छोटा जो केला है उसका नाम क्या है? ഓക്കെ. छोटा केला. കന്നഡയിൽ ഒരു ചെടിയുണ്ട്, ഏലക്കി. ഏലക്കി എന്ന് പറഞ്ഞൊരു പഴമുണ്ട്. ഏലക്കി എന്ന കന്നഡയിൽ പറയുന്നത്. हाँ, मतलब एक छोटा सा केला है ना, वो छोटा केला का पेड़ सोचिए आप. ഇത് ഇവിടുന്ന് ഒരു വാഴയുടെ ചുവട്ടിൽ നിന്ന് അതിനെ പിഴുത് ഇതിനെ കൊണ്ടുവന്ന് നമ്മൾ വെസ്റ്റ് ബംഗാളിൽ കൊണ്ട് നട്ടാൽ ഇതെന്ത് കിളിക്കും? देखिए, ये जो छोटा छोटा केला का जो पेड़ है, उस केले के छोटा एक पेड़ लेकर के बैंगलोर से उठा करके वो पेड़ लेकर के जा करके हम हमारे वेस्ट बंगाल में वहाँ पर हम डाल देंगे, तो वहाँ पर कौन सा पेड़ आएगा? ഇവിടുന്ന് ഒരെണ്ണത്തെ കൊണ്ട് കേരളത്തിൽ കൊണ്ട് നട്ടാൽ, और यही पेड़ को लेकर जाकर हम केरला में भी लेकर जाकर वहाँ पर भी हम लगा देंगे, तो कौन सा पेड़ आएगा? ഇവിടുന്ന് ഒരെണ്ണത്തെ കൊണ്ടുപോയി ഒരെണ്ണത്തെ ഇംഗ്ലണ്ടിലും ഒരെണ്ണത്തെ അമേരിക്കയിലും ഒരെണ്ണത്തെ ന്യൂസിലൻഡിലും കൊണ്ട് നട്ടാൽ എന്ത് പറ്റും? और देखिए, उसी पेड़ को हम यूके में लेकर जाकर डाल देंगे, स्विट्जरलैंड में लेकर जाकर डाल देंगे, अमेरिका में जाकर हम लगा देंगे, कौन सा पेड़ आएगा? सेम पेड़ आएगा. അതിന്റെ നേച്ചറിന് അതേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. और उसका जो स्वभाव है वही स्वभाव को वो मतलब दिखा सकता है. സ്ഥലം മാറിയത് കൊണ്ട് ചിലർ അനുഗ്രഹിക്കപ്പെടണമെന്നില്ല. और स्थान को बदल देने से, जगह बदल देने से लोग आशीषित हो जाएगा, ऐसा कोई बात नहीं. നമ്മുടെ കുടുംബത്തിന്റെ ആ ചുവട്ടിൽ നിന്ന്, ആ കുടുംബത്തിന്റെ ചുവട്ടിൽ നിന്ന് നമ്മളെ ദൈവം മാറ്റിക്കൊണ്ടു പോകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തോട് നമ്മളെ ചേർത്തൊട്ടിക്കണമെന്നാണ്. आमीन. हमारे परिवार के उस दलदल से जब परमेश्वर हमें निकाल कर लेकर आता है, वो हमें चाहता है कि हम यीशु के करीब आ जाए. ഇന്ന് രാത്രി ചിലര് നിങ്ങളുടെ ആ പൂർവികന്മാരായിട്ടുള്ള ജനറേഷണൽ ആയിട്ടുള്ള ആ ട്രീയിൽ നിന്നോണ്ട് മാറി നിങ്ങളെ ദൈവം മറ്റൊരു ട്രീയോട് ബട്ട് ചെയ്യാൻ പോവാ. आमीन. आज परमेश्वर आपको आपके पीढ़ियों के, आपके पूर्वजों के, आपके जो भी पारिवारिक जो भी पेड़ से जो आप आए थे वहां से लेकर के परमेश्वर आपको एक दूसरे पेड़ में आपको जोड़ने जा रहा है. ആ ട്രീ ആരാന്നറിയാമോ? वो पेड़ कौन है जानते हैं? ജീസസ്. वो यीशु है. ഓ, ആ യേശുവിനോട് ചേർത്ത് നാം ബട്ട് ചെയ്യപ്പെട്ടാൽ നമ്മൾ ഇന്ന് പ്രൊഡ്യൂസ് ആകുന്നത് യേശുവിന് ഇഷ്ടമുള്ള ഫലമായിരിക്കും. आमीन. और उस यीशु के साथ जब हम जा करके हम जुड़ जाएंगे तो फिर हम कौन सा फल लाएंगे? हम यीशु का फल लाएंगे. എന്റെ പഴയ അപ്പനിൽ നിന്നുള്ള സ്വഭാവം വരത്തില്ല, കോപം വരത്തില്ല. आमीन. मेरे पिताजी का जो पुराना स्वभाव जो क्रोध था वो नहीं और आएगा. ചില അപ്പന്മാർക്ക് ഭയങ്കര കോപമാ. कुछ पिता लोग बहुत गुस्से वाले हैं. ചില അപ്പന്മാരെന്നെ അടിക്കും. बहुत सारे पिता है जो मारते हैं अपने बच्चों को. അപ്പൻ അമ്മയും മക്കളെയും എല്ലാവരെയും അടിക്കും. और वो क्या करते हैं? अपने माता को, बच्चे को, सभी को मारते जो कोई उनके सामने होते हैं. ചില അമ്മമാരാണെങ്കിൽ അടിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ രണ്ട് വർത്താനം എങ്ങനെയും പറഞ്ഞിരിക്കും. और कुछ माँ लोग हैं जो कुछ कर नहीं सकते, कुछ मतलब मार नहीं सकते, कुछ नहीं कर सकते, लेकिन दो बात वो जरूर बोलेगी. അല്ലേ? ചില ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, എല്ലാ ദിവസവും ഭർത്താവിൻ്റെ അടി മേടിക്കാതെ ഇവർ കിടന്ന് ഉറങ്ങത്തില്ല. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, എവറി ഡേ he will take the beaten from his husband, then only she was going to sleep. एक स्त्री थी जो हर दिन अपने पति से जब तक वो मार ना खाए तब तक वो सोती नहीं थी. അല്ലെങ്കിൽ ഉറക്കം വരത്തില്ല. नहीं तो उनको नींद नहीं आता था. അവരുടെ ഭർത്താവ് അങ്ങ് മരിച്ചുപോയി. और उनका पति एक दिन मर गया. ഇനി ഇവരെ ആരടിക്കും? अब इनको कौन मारेगा? ഇവർക്ക് ഉറക്കവും വരുന്നില്ല. और उसके बाद उनको नींद भी नहीं आता था. കട്ടിലേ പോയി കിടന്ന് ഉറക്കം വരുന്നില്ല. और जब वो खाट में जाकर सोता था फिर भी नींद नहीं आता था. ഇവരെന്തോ എടുത്തെന്നറിയാമോ? കിച്ചണിൽ പോയിട്ട് वो क्या करती थी जानते हैं? वो किचन में जाकर के, മലയാളത്തിൽ പറയും വലിയൊരു ഉളക്ക ഉണ്ടായിരുന്നു അവിടെ.
एक बहुत लंबा एक मतलब लकड़ी था ലക്കടി ഇത് ഇങ്ങനെ ഇടിച്ച് പണ്ട് പൊടിക്കുന്ന സാധനം ഉണ്ടായിരുന്നു. और वो मतलब सब चीज ग्राइंड करता था, हर चीज को तोड़ता था, उसको वो एक चीज था. മലയാളത്തിൽ പറയാം ഓലക്കയെന്നാണ് പറയുന്നത്. ഓലക്ക നീളമുള്ള ഒരു കമ്പ്. एक बड़ा सा एक लकड़ी था जो चीजों को पीसने के लिए इस्तेमाल करते थे. അതെടുത്ത് മേളിലോട്ട് ഇട്ടിട്ട് അതിന്റെ താഴെ പോയി നിന്നു. और वो क्या करती थी, उस लकड़ी को ऊपर करके वो खड़ी हो जाती थी ताकि वो लकड़ी आकर उसको मारे. രണ്ടു വട്ടം അത് തലയിലും ദേഹത്തും എല്ലാം വീണപ്പോൾ അവർ സ്വസ്ഥമായിട്ട് അതുകൊണ്ട് വെച്ചിട്ട് ഉറങ്ങിപ്പോയി. और 2 बार ऐसा मार खाने के बाद आराम से समाधान से जाकर के वो सोती थी. ചിലർക്ക് ഇവർ ചില വാക്കുകൾ പറയുന്നത്, കോപം വരുമ്പോൾ ശാപത്തിന്റെ വാക്ക്, കോപം വരുമ്പോൾ പറഞ്ഞ വാക്കുകൾ, ഇതിങ്ങനെയുള്ള സ്വഭാവങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അത് മാറ്റിയിട്ട് യേശുവിനോട് കൂടെ അങ്ങ് ബട്ട് ചെയ്യപ്പെടണം. आमीन. कुछ लोग क्या करते हैं, जब उनको गुस्सा आता है तो वो श्राप देते हैं, बहुत बुरे बुरे श्राप देते हैं कुछ लोग जब गुस्से हो जाते हैं. लेकिन आज वे सारे चीजों को तोड़ करके हालेलुया. आप यीशु के साथ आपको जोड़ जाना है. ഹല്ലേലൂയ. हालेलुया. നമുക്ക് നോക്കിയാം ജനറേഷണൽ പ്രോബ്ലങ്ങൾ വരുന്നത് നോക്കാം. അടുത്തിലോട്ട് വന്നേ, അടുത്ത സ്ലൈഡിലോട്ട് വന്നേ. ഇനി നമുക്ക് आए हम जो पीढ़ी से आने वाले मतलब समस्या को देखेंगे. നമുക്കിനി അടുത്തൊരു കാര്യം വേഗത്തിൽ നോക്കിയിട്ട് പോകാം. और अभी हम एक दूसरा एक और भी हम अच्छे चीजों को हम देख के जाएंगे. ചിലപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലാത്തത് ഒരു പക്ഷേ ഇതിനൊരു റൂട്ട് കാണാം, ഇതിനൊരു ജനറേഷണൽ റൂട്ട് കാണാം. और कुछ विषय ऐसे हैं जिस विषय के लिए हम प्रार्थना करते हुए भी हमें कोई भी उत्तर नहीं मिलता है, क्योंकि जब हम उसको ढूंढेंगे तो ये भी एक पीढ़ियों का समस्या है. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇസ്രയേൽ എന്ന് പറഞ്ഞ ഈ ഇസ്രയേൽ മക്കൾ 430 സംവത്സരം മിസ്രൈമിൽ കിടന്ന് അടിമത്തത്തിൽ കിടന്നു അനുഭവിച്ചു. देखिए, अगर आप इस्राएली लोगों को देखेंगे, वो 430 साल वो उस बंधन में मिस्र के अंदर में थे. ആര് തെറ്റ് ചെയ്തിട്ടാ ഇത്ര ശിക്ഷ അനുഭവിച്ചേ? सोचिए कि किसने ऐसा गलती किया है जिस कारण इतना साल उनको इतना कष्ट उठाना पड़ रहा है? പറഞ്ഞേ. बोलिए. അബ്രഹാം. യഥാർത്ഥത്തിൽ ഈ 4 തലമുറ ചെയ്തതല്ല. देखिए, ये 4 पीढ़ी ने कुछ पाप किया है बोलकर नहीं, ഈ അടിമത്തത്തിലുള്ള തലമുറ ചെയ്ത ശിക്ഷയല്ല. वो जो बंधन में थे उन लोग के पिता ने पाप किया है बोलकर उन लोग शिक्षा को अनुभव कर रहा है, ऐसा नहीं. ഈ मक्कल ആരും ചെയ്തതല്ല. वो वहां के जो बच्चे लोग कोई भी ऐसा पाप नहीं किया. ആര് ചെയ്ത മിസ്റ്റേക്ക് ആണെന്നറിയാമോ? किसने गलती किया था आप जानते हैं? അബ്രഹാം. अब्राहम ने गलती किया. എത്ര തലമുറയ്ക്ക് പുറകിൽ അബ്രഹാം. देखिए, अब्राहम कितना पीढ़ी के पीछे है. अब्राहम सोचिए, നോക്കി, ഇവിടെ തന്നെ 4 തലമുറ അടിമത്തം. देखिए यहाँ पर 4 पीढ़ियों के जो संतान है, सारे लोग यहाँ पर बंधन में है. ഇവരുടെ പിതാക്കന്മാരായിരുന്നു 12 ഗോത്രങ്ങൾ. റൂബേൻ, യഹൂദ, ശിമയോൻ, ലേവി, ഇങ്ങനെ പറയുന്ന 12 ഗോത്രങ്ങൾ. देखिए, उनके जो पिता लोग जो थे, जो 12 गोत्र का है, याकूब के जो 12 जो बच्चे हैं, उन लोग ने जो पाप किया उसका दंड इन लोग महसूस कर रहा है. അവരുടെ പിതാവായ യാക്കോബ്, उनका पिता जो याकूब था, അടിമത്തത്തിൽ 4 തലമുറ പോയി. और यहाँ पर मतलब बंधुआ में 6 पीढ़ी चला गया. അവരുടെ പിതാക്കന്മാര്, ആ 12 ഗോത്ര പിതാക്കന്മാര്, और उनका पिता जो थे, जो 12 गोत्र के जो पिता थे, അവരുടെ പിതാവ് യാക്കോബ്, और उनका पिता याकूब जो था, അവരുടെ പിതാവ് ഇസഹാക്ക്, और उसका पिता इसहाक जो था, അവരുടെ പിതാവ് അബ്രഹാം. और इसहाक का पिता अब्राहम. ഈ അബ്രഹാം ചെയ്ത മിസ്റ്റേക്ക് അവിടെ അനുഭവിച്ചേ. देखिए, यहाँ पर अब्राहम ने जो गलती किया उसका दंड उन लोग अनुभव कर रहा है. അങ്ങനെ പറ്റുമോ? അങ്ങനെ സംഭവിക്കുമോ? क्या ऐसा हो सकता है? പലപ്പോഴും നമുക്ക് നമ്മുടെ പിതാവിനെയോ ഗ്രാൻഡ് ഫാദറിനെ വരെ അറിയത്തുള്ളൂ, നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ അറിയത്തില്ല, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ അറിയത്തില്ല, ഗ്രേറ്റ് 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 ഗ്രാൻഡ് ഫാദറിനെ അറിയത്തില്ല. देखिए, हम अपने पिता को जानते हैं और भी उनके पिताओं का पिता जो दादाजी है शायद उनको हम पहचानते हैं, लेकिन दादाजी का जो पिता, वो पिता का पिता, ऐसा पूर्वजों को हम नहीं देखा है, नहीं जानते हैं. കറക്റ്റല്ലേ? है ना? പക്ഷെ പ്രശ്നങ്ങൾ ചിലയിടത്തൊക്കെ വരാം. लेकिन ये जो परेशानी तकलीफ कहाँ से आ सकता है, പക്ഷെ ഇതിനെ ജയിക്കാൻ പറ്റും. लेकिन ये सारे परेशानी से हम ഈ जय पा सकते हैं. കാര്യങ്ങളെല്ലാം ഈ ജനറേഷനിലേക്ക് വരാനുള്ളതിന്റെ കാരണം
ഒരു ബ്ലഡിന്റെ മിസ്റ്റേക്കാ. देखिए ये सारा जो समस्या इतना दूर से ये क्यों आ रहा है, एक ही मतलब खून का परेशानी, ഒരു ബ്ലഡിന്റെ മിസ്റ്റേക്കാ. एक खून में तकलीफ आया बोलकर. എന്തോ ബ്ലഡിന്റെ മിസ്റ്റേക്ക്? यहाँ पर एक खून में क्यों परेशानी हुआ? അബ്രഹാമിന് 85 വയസ്സുള്ളപ്പം, और यहाँ पर अब्राहम जब मतलब 95 इयर्स में 85 इयर्स में അബ്രഹാം ദൈവവും അബ്രഹാമും കൂടെ ഒരു കവനന്റ് ചെയ്യാൻ പോവാ. परमेश्वर अब्राहम के साथ एक वाचा बांधने जा रहा था. അബ്രഹാമിനെ ദൈവം വിടുവിച്ചത് 75 വയസ്സിലാണ്. और परमेश्वर ने अब्राहम को 25 साल में उसको छुटकारा दिया. 85 വയസ്സെത്തിയപ്പോൾ അബ്രഹാമും ദൈവവുമായിട്ട് ഒരു കവനന്റ് ചെയ്യാൻ പോവാ. और 85 इयर्स में परमेश्वर अब्राहम के साथ एक वाचा बांधने जा रहा था. ശ്രദ്ധിച്ചോണേ, കവനന്റ് ഭയങ്കര ഇമ്പോർട്ടന്റാ. आप ध्यान से सुने, ये जो वाचा है बहुत भयंकर एक विषय है. കോൺട്രാക്ട് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. अगर एक कॉन्ट्रैक्ट है तो उस कॉन्ट्रैक्ट को हम बदल सकते हैं. പക്ഷെ കവനന്റ് ആർക്കും മാറ്റാൻ പറ്റത്തില്ല. लेकिन ये जो वाचा है कोई भी इसे तोड़ नहीं सकता. മരിക്കുന്നിടം വരെ അങ്ങനെ ആയിരിക്കും. हम जब तक हम मर ना जाए तब तक वो वाचा हमारे साथ रहता है. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ 2 കവനന്റ് ചെയ്തവരാ. हमारे जीवन में हम 2 वाचा को करते हैं. ഒന്ന്, യേശുവിനോടുള്ള നമ്മുടെ ബന്ധം കവനന്റാ. पहला जो है वो हम यीशु के साथ हमारा जो रिश्ता है वो एक वाचा है. യേശു ഇടയ്ക്ക് ഇട്ടിട്ട് പോകത്തില്ല നിങ്ങളെ. യേശു ഇടയ്ക്ക് നിങ്ങളെ ഇട്ടിട്ട് പോകത്തില്ല. यीशु मसीह बीच में आपको छोड़कर नहीं जाता है. നിങ്ങൾ പാപം ചെയ്താൽ യേശു ഇട്ടിട്ട് പോകത്തില്ല. अगर आप पाप भी करेंगे तो भी यीशु आपको छोड़ेगा नहीं बीच में. പക്ഷെ നിങ്ങൾ യേശുവിനെ ഇട്ടിട്ട് പോകല്ലോ. लेकिन आप लोग यीशु को छोड़कर चले जाते ആ हैं. ബന്ധം കവനന്റാ. वो जो रिश्ता है यीशु के साथ वो एक वाचा है. രണ്ടാമത്തേത് വിവാഹം ഒരു കവനന്റാ. और दूसरा जो वाचा है वो एक विवाह जो शादी है वो भी एक वाचा है. ഒരിക്കലും ഒരാൾക്ക് മറ്റൊരു പാർട്ട്ണറെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. कभी भी एक व्यक्ति दूसरे व्यक्ति जिसको शादी किया है उसको छोड़ करके कभी वो जा नहीं सकता. അതാണ് ബൈബിളിന്റെ പ്രമാണം. और वो है परमेश्वर का वचन का नियम. ലോകത്തിന്റെ മൂവിക്കാരുടെ സിസ്റ്റം വേറെയാ. दुनिया का और मूवी में जो रहने वाले लोगों का जो नियम वो कानून वो दूसरा है. കറക്റ്റ് അല്ലേ? सही है या नहीं? അത് ദൈവത്തിന്റെ സിസ്റ്റം അല്ല. वो परमेश्वर का नियम नहीं है. ദൈവത്തിന്റെ സിസ്റ്റം ഒരിക്കലും വിട്ടുമാറാൻ പറ്റത്തില്ല. आमीन. परमेश्वर का जो नियम है उस नियम को कभी आप छोड़कर जा नहीं सकते. അബ്രഹാം കവനന്റ് ചെയ്യാൻ തുടങ്ങി. और अब्राहम के साथ परमेश्वर एक वाचा बांधना शुरू. കവനന്റിനകത്ത് ദൈവം തനിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. और उस वाचा के अंदर परमेश्वर ने एक नियम को दिया. പക്ഷെ അബ്രഹാം അതിനകത്ത് ഒരു തെറ്റ് ചെയ്തു. लेकिन अब्राहम उस बीच में एक गलती किया. അവിടെ പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 15 അധ്യായം തൊട്ട് അത് പറഞ്ഞിട്ടുണ്ട്. देखिए अगर हम उत्पत्ति की किताब उसके 15 अध्याय में अगर हम पढ़ेंगे तो हम देख पाएंगे. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു 5 ഡിഫറെന്റ് ടൈപ്പ് മൃഗങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞു. और परमेश्वर ने अब्राहम से कहा कि 5 प्रकार के जानवर को तुम्हें लेकर आना है. ഒന്നാമത്തെ പശുക്കിടാവിനെ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെ കൊണ്ടുവരാൻ പറഞ്ഞു. और 3 साल के जो गाय है उनको लेकर आना है. രണ്ടാമത്തേത് 3 വയസ്സുള്ള ഒരു കോലാട്ടിനെ കൊണ്ടുവരാൻ പറഞ്ഞു. और 3 साल के दूसरे जानवर को लेकर आने कहा. മൂന്നാമത്തേത് 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെ കൊണ്ടുവരാൻ പറഞ്ഞു. और उसके बाद और भी कहा कि 3 साल के दूसरे एक जानवर को लेकर आने कहा. നാലാമത്തേത് ഒരു കുറുംപ്രാവിനെയും പ്രാവും കുഞ്ഞിനെയും കൊണ്ടുവരാൻ പറഞ്ഞു. और चौथा वो कहा कि 3 साल का और भी मतलब जानवर को लेकर आने कहा. അങ്ങനെ 5 ഡിഫറെന്റ് ടൈപ്പ് ആനിമലിനെ കൊണ്ടുവരാൻ പറഞ്ഞു. और उसी प्रकार 5 प्रकार के जानवरों को लेकर आने के लिए. എന്തുവാ 3 വയസ്സ് കാണിക്കുന്നേ? और ये 3 साल क्या दिखाता है? 3 എന്ന് പറഞ്ഞാൽ യഹൂദന്റെ സംഖ്യപ്രകാരം ട്രിനിറ്റി എന്നാണ് അർത്ഥം. ട്രിനിറ്റി. और यहूदियों के हिसाब से ये 3 जो है ये ट्रिनिटी को दिखाता है. 1 എന്ന് പറഞ്ഞാൽ വൺനെസ്. आमीन. 1 को दिखाता है कि एकता. 2 എന്ന് പറഞ്ഞാൽ യൂണിറ്റി. 2 को दिखाता है कि मतलब एकता. യൂണിറ്റി. मतलब 2 എന്ന് പറഞ്ഞാൽ യൂണിറ്റി. यूनिटी को दिखाता है. 3 എന്ന് പറഞ്ഞാൽ ട്രിനിറ്റി. और 3 को दिखाता है कि हम तृतीय बोलते हैं वो दिखाता है. 4 എന്ന് പറഞ്ഞാൽ പവർ അല്ലെങ്കിൽ ഗവൺമെന്റ്. और चौथा को दिखाता है कि सामर्थ और गवर्नमेंट को दिखाता है. 5 എന്ന് പറഞ്ഞാൽ ഗ്രേസ്. और 5 को मतलब दया को दिखाता है. 5. 6 എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സംഖ്യ. और 6 जो है 6 मनुष्य का अंक है. 7 എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ, കംപ്ലീഷൻ. और 7 दिखाता है कि समाप्ति को दिखाता है. 7 കേട്ടോ, 7-ാം ദിവസം എല്ലാത്തിനെ സൃഷ്ടിച്ച് കംപ്ലീറ്റ് ആയി. आमीन.
ദൈവം റെസ്റ്റ് ചെയ്തു. आमेन. 7वें दिन परमेश्वर ने विश्राम लिया. 6 दिन में सारा चीज को बनाने के बाद 7वें दिन में ईश्वर विश्राम लिया. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ അങ്ങനെ ഇല്ല, പക്ഷേ യഹൂദന്റെ കൾച്ചറിൽ ഇതെല്ലാം ഉണ്ട്. और हमारे भारतीय कल्चर में सभ्यता में ऐसा नहीं है, लेकिन यहूदियों का सभ्यता में सारा चीज है. 5 ടൈപ്പ് മൃഗങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞു. ये 5 प्रकार के जानवरों को लेकर आने के लिए 5 ടൈപ്പ് മൃഗങ്ങൾ ഇത് 5 എന്ന് കാണിക്കുന്ന ഗ്രേസിനെ കാണിക്കുന്നു. और ये 5 प्रकार के जानवर यहाँ 5 परमेश्वर के दया को दिखाता है. അബ്രഹാം ഈ ഓരോ മൃഗം ഓരോ രീതിയിലുള്ള കാര്യത്തെ യേശു കർത്താവിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. और यहाँ पर 5 प्रकार के जो जानवर है उसमें से एक जानवर ये यीशु मसीह को दिखाता है. കാള ദാസത്വത്തെ കാണിക്കുന്നു. और यहाँ पर एक जानवर वो दासवत्ता को दिखाता है. പശു പ്രൊഡക്ടിവിറ്റിയെ കാണിക്കുന്നു, അല്ലെങ്കിൽ പശുവും കൗ അടുത്തൊരു കാര്യത്തെ ചിത്രീകരിക്കുന്നു. और यहाँ पर गाय दूसरा चीज को दिखाता है. ആട് സൗമ്യതയെ കാണിക്കുന്നു. और दूसरे जानवर वो परमेश्वर के ആട് ലാംബ്. और यहाँ पर भेड़ മീക്നെസ്സിനെ കാണിക്കുന്നു, സൗമ്യത. वो मतलब शांत को दिखाता है. പിജൻ പീസിനെ കാണിക്കുന്നു, സമാധാനത്തെ കാണിക്കുന്നു. और कबूतर जो है कबूतर समाधान को दिखाता है. ഇത് ഓരോന്നും യേശുവിനെ റെപ്രസെന്റ് ചെയ്യുന്നേ. और ये सारा जानवर एक यीशु मसीह को दिखाता है. യേശുവിന്റെ വ്യത്യസ്ത നേച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്നേ. यीशु मसीह के विभिन्न प्रकार के स्वभाव को ये जानवर दिखाते हैं. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, വാ നമുക്ക് തമ്മിൽ കവനന്റ് ചെയ്യാം. और परमेश्वर अब्राहम से कहता है कि तुम आओ हम एक वाचा बांधें. അബ്രഹാമും ദൈവവുമായിട്ട് കവനന്റ് ചെയ്യാൻ തുടങ്ങി. आमीन. अब्राहम परमेश्वर के साथ एक वाचा बांधने लगा. പക്ഷെ എന്ത് പറ്റിയെന്ന് അബ്രഹാം പക്ഷികളെ പിളർന്നില്ല. लेकिन क्या हुआ कि अब्राहम ये पक्षियों को नहीं काटा. ഒന്ന് വായിക്കാമോ അത്? അബ്രഹാം പക്ഷികളെ പിളർന്നില്ല. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. हम उत्पत्ति की किताब उसका 15 अध्याय को हम निकालेंगे. അതിന്റെ 9-10 വാക്യങ്ങൾ. उसका 9 और 10 को हम पढ़ेंगे. 15 का 9 और 10. यहोवा ने उससे कहा, मेरे लिए 3 वर्ष की एक कलोर और 3 वर्ष की एक बकरी और 3 वर्ष का एक मेढ़ा और एक पुंडुक और कबूतर का एक बच्चा लो, और इन सबों को लेकर उसने बीच से 2 टुकड़े कर दिया और टुकड़ों को आमने सामने रखा, परंतु चिड़ियों के उसने टुकड़े नहीं किए. अब्राहम പക്ഷികളെ പിളർന്നില്ല. देखिए यहाँ पर अब्राहम चिड़ियों को टुकड़ा नहीं किया. കവനന്റിന് ബ്ലഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. और यहाँ पर जब एक वाचा बनाया जाता है वहाँ पर खून की बहुत मुख्यता है. 5 മൃഗങ്ങളുടെയും ബ്ലഡ് ഇമ്പോർട്ടന്റ് ആണ്. और ये 5 प्रकार के जो जानवरों का जो खून बहुत मुख्य है. പക്ഷികളെ പിളർന്നില്ല. यहाँ पर चिड़ियों को काटा नहीं. കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. आप लोग ध्यान से सुने. പക്ഷി പ്രാവ് എന്തിനെ കാണിക്കുന്നായിരുന്നു? यहाँ पर कबूतर क्या दिखाता है? പീസ്, ശാന്തി, शांति को दिखाता है. പിജൻ പ്രാവ് കാണിക്കുന്ന സമാധാനത്തെയായിരുന്നു. यहाँ पर कबूतर समाधान को दिखाता है. അബ്രഹാം അതിനെ പിളർന്നില്ല. लेकिन अब्राहम ने उसे काटा नहीं. നോക്കിയേ, ആ രക്തം അവിടെ വീഴാത്തത് കൊണ്ട് അബ്രഹാമിന് ശിക്ഷ കിട്ടുക. देखिए वो खून वहां पर नहीं गिरा, इसलिए अब्राहम को एक दंड मिला. അബ്രഹാമിന് ശിക്ഷ കിട്ടിയ എന്തുവാ? അബ്രഹാമിന്റെ തലമുറയുടെ ജീവിതത്തിൽ നിന്ന് സമാധാനം നഷ്ടമായി. और देखिए क्या शिक्षा था? अब्राहम के जो पीढ़ियों में समाधान नष्ट हो गया. കേൾക്കുന്നുണ്ടോ? आप सुन रहे हैं? സമാധാനത്തിന്റെ ചിഹ്നമായ പ്രാവിനെ പിളർക്കാത്തത് കൊണ്ട് അബ്രഹാമിന്റെ സന്തതികളിൽ നിന്ന് സമാധാനം നഷ്ടമായി. देखिए यहाँ पर समाधान को दिखाने वाले कबूतर को अब्राहम ने नहीं काटा, इसीलिए अब्राहम का जो बच्चे हैं उनके पीढ़ियों में समाधान नष्ट हो गया. ജീസസ്, യേശുവാണ് സമാധാനപുത്രൻ. आमीन. यीशु समाधान का पुत्र അവൻ है. സമാധാനവുമായിട്ട് ഭൂമി വന്നതാ. आमीन. यीशु समाधान के साथ इस पृथ्वी में അവൻ आया. ഭൂമിയിൽ സമാധാനമായിട്ട് വന്ന യേശുവിനെ പോലും ഇവർ അക്സെപ്റ്റ് ചെയ്തില്ല. आमीन. उसका मतलब है कि यीशु जो समाधान के साथ इस पृथ्वी में आया, लेकिन यीशु को भी उन लोग स्वीकार नहीं किया. ഇനിയും അവർ സമാധാന പുത്രനെ അവർ അന്വേഷിക്കും. आमीन. अभी वो समाधान का जो पुत्र है उसको ढूंढेगा. ഇൻ ഫ്യൂച്ചറിൽ അവർ അന്വേഷിക്കും. आमीन. भविष्य में उसको ढूंढेगा. കണ്ടോ? അബ്രഹാം ചെയ്തതിന് മിസ്റ്റേക്കാ. देखिए अब्राहम ने गलती किया. അതിന് അന്ന് ദൈവം ഇറങ്ങി വന്നിട്ട് അബ്രഹാമിന് ശിക്ഷ കൊടുത്തു.
നിന്റെ സന്തതി നീ അറിയാത്ത ദേശത്ത് 400 സംവത്സരക്കാലം അടിമകളാകും. देखिए अब्राहम ने उस चिड़िया को ना काटने के कारण परमेश्वर उतर करके आने के बाद अब्राहम से वो क्या क्या दंड दिया और बोला कि तुम्हारा जो पीढ़ी है वो 430 साल उन लोग मतलब बंधुआ में रहेगा. സിസ്റ്റർ വായിക്കാമോ? 13ാമത്തെ വാക്യം തൊട്ട് വായിച്ച് നമുക്ക് നിർത്താം. आए हम 13वां वचन में पढ़े. तब यहोवा ने अब्राम से कहा, ये निश्चय जान कि तेरा वंश पराए देश में परदेसी होकर रहेंगे और उस देश के लोगों के दास हो जाएंगे और वे उनको 400 वर्ष लो दुख देंगे. കണ്ടോ? देखा आपने? ഇപ്പൊ അബ്രഹാമിന് എത്ര വയസ്സുണ്ട്? देखिए अब्राहम का कितना वयस है अभी? 85. കറക്റ്റ്. 85 है. 85. കുഞ്ഞുങ്ങളുണ്ടോ? उनको क्या बच्चा था उस समय? ഇല്ല. बच्चे नहीं थे. പക്ഷേ കുഞ്ഞുങ്ങൾ അനുഭവിക്കാനുള്ള ശിക്ഷ കിട്ടി. देखिए लेकिन उसको बच्चा नहीं था उस समय, लेकिन उनको उनके बच्चे आने के बाद वो बच्चा जो शिक्षा पाएगा उसका मतलब शिक्षा उनको मिल रहा है. കണ്ടോ? ദൈവത്തിന്റെ പ്രമാണം തെറ്റിച്ചപ്പോൾ ശിക്ഷ പോകുന്ന പോക്ക് കണ്ടോ? देखिए परमेश्वर का जो कल्पना वो उल्लंघन करने के कारण उनके जीवन में आने वाला शिक्षा को आप देख पा रहे हैं. അബ്രഹാമിന് 400 എന്ന് പറഞ്ഞൊരു ശിക്ഷ കിട്ടി. 400 സംവത്സരം നിന്റെ സന്തതികൾ പ്രവാസികളാവും. और बोला कि 400 साल तुम्हारे जो बच्चे हैं वो बंधुआ में रहेंगे. അബ്രഹാമിന്റെ രക്തത്തിലേക്ക് അത് വന്നു. और अब्राहम के खून में वो आ गया. അബ്രഹാമിൻ 100ാമത്തെ വയസ്സിൽ ജനിച്ച ഇസ്ഹാക്കിലേക്ക് ഇത് പോയി. और अब्राहम 100 साल में उसके बच्चा जो हुआ इसहाक के अंदर वो शिक्षा गया. അബ്രഹാം 175 മരിച്ചു. और अब्राहम कुछ समय के बाद वो मर चुका. 400 എന്തി? 400 कहाँ हुआ? 400 എവിടെ പോയി? 400 कहाँ गया? ഇസ്ഹാക്കിൽ നെക്സ്റ്റ് ജനറേഷനിൽ വന്നു. देखिए इसहाक के अंदर गया, उसका दूसरा पीढ़ी में चला गया वो दंड. ഇസ്ഹാക്കിന് 2 മക്കൾ. इसहाक का 2 बच्चे हुए. അതിൽ വാഗ്ദത്ത സന്തതിയായ യാക്കോബിങ്കിലേക്ക് 400 പോയി. और उस 2 बच्चा में वायदा का जो बेटा याकूब के अंदर वो दंड गया. ഇസ്ഹാക്ക് 180 ഇസ്ഹാക്ക് മരിച്ചു. और कुछ समय के बाद इसहाक भी मर चुका. എന്തി? ഇപ്പൊ 400 എന്തി? अभी वो 400 साल का दंड कहाँ है? യാക്കോബിന്റെ മേലിൽ. याकूब के अंदर गया. യാക്കോബിന് 12 മക്കൾ. याकूब के 12 बच्चे हुए. 12 മക്കളുടെ മേലിൽ ഇത് പോയി. देखिए ये 12 बच्चों के अंदर वो दंड चला गया. യാക്കോബ് 147 മരിച്ചു. और याकूब कुछ समय के बाद मर चुका. ഈ 12 മക്കൾക്ക് ഒത്തിരി മക്കളുകൾ ഉണ്ടായി. देखिए ये 12 बच्चों के बहुत सारे बच्चे हुए. ഇവരെല്ലാം ഈജിപ്തിൽ വന്നു. और ये सारे लोग मिस्र देश में आए. ഇവരെ ഈജിപ്തിൽ കൊണ്ടുവന്ന ജോസഫാ. और इन लोगों को किसने उस मिस्र में लेकर आया? यूसेफ ने उसको मिस्र में ഈ लेकर आया. 12 പിതാക്കന്മാര് മരിച്ചു. और ये 12 पिता लोग भी मर गए. അതിൽ ഒരു പിതാവിന്റെ മാത്രം മരിച്ച വർഷം എഴുതിയിട്ടുണ്ട്. और वहां पर एक पिता का मतलब मरने का जो मतलब उम्र लिखा गया है. ജോസഫ് 110ാമത്തെ വയസ്സിൽ മരിച്ചു. वहां पर लिखा है कि യോസേഫ് 110 उम्र में मरा. ഇത് നോക്കിയേ, ഇതങ്ങോട്ട് ജോസഫ് മരിച്ചു കഴിഞ്ഞപ്പം देखिए अभी जोसेफ मरने के बाद ജോസഫിനെ അറിയാത്തൊരു രാജാവ് മിസ്രൈമി വന്നു. एक दूसरा एक राजा मिस्र में आया जो यूसेफ को नहीं पहचानता था. നോക്കണേ എത്ര ജനറേഷൻ കഴിഞ്ഞെന്നറിയാമോ? देखिए उसका पीछे कितना मतलब कितना पीढ़ी बीत गया है, आप देख सकते हैं. ഈ രാജാവ് വന്ന് ഇസ്രായേൽ മക്കളെ എന്ന് വെച്ചാൽ ഈ ഇസ്രായേൽ ജനത്തെ മൊത്തം അടിമകളാക്കാൻ തുടങ്ങി. देखिए अभी एक जो नया राजा आया, ये नया राजा आने के बाद इस्राएल के सारे बच्चों को वो क्या क्या बंधुआ में डाल दिया. ആര് ചെയ്ത തെറ്റാ? किसने गलती किया? अब्राहम ने गलती किया. കണ്ടോ? देखा ആര് ചെയ്ത തെറ്റാ? किसने गलती किया? എന്തിന്റെ മിസ്റ്റേക്ക് ആയിരുന്നു? क्या गलती था वो? ബ്ലഡ്. खून का एक गलती. ബ്ലഡ്. खून का गलती. എത്ര തലമുറ കഴിഞ്ഞു? वो कितना पीढ़ी बीत गया? 4 തലമുറയായി. 4 पीढ़ी बीत गया. ഇസ്ഹാക്ക്, യാക്കോബ്, ഗോത്രപിതാക്കന്മാർ. देखिए इसहाक, याकूब और उसके 12 गोत्र का पिता लोग. അവര് മരിച്ചു കഴിഞ്ഞപ്പോൾ 4ാം തലമുറക്കാരെ അടിമകളാക്കി. और उन लोग मरने के बाद चौथा जो पीढ़ी आया वो सारा पीढ़ी बंधुआ में അവിടെ चला തൊട്ട് गया. തുടങ്ങി. और वहां से शुरू हुआ. നോക്കിയേ, देखिए
ഇതിനെ അകത്തൂന്ന് ഇസ്രായേൽ മക്കൾക്ക് എങ്ങനെ വിടുതൽ കിട്ടിയെന്ന് നമ്മൾ അടുത്ത ആഴ്ച ചിന്തിക്കാം. और ये बंधुआ में जाने के बाद इस्राएल लोगों को उस बंधुआ से कैसा आजादी मिला वो अगला हफ्ता हम पढ़ेंगे. ഇതിനകത്തൂന്ന് ഇവർക്ക് വിടുതൽ കൊടുത്തത് യേശുവിനെ ചിത്രീകരിക്കുന്ന ഒരാട്ടുകൊറ്റനാണ്. आमीन. ये बंधुआ से छुड़ाने वाला यीशु को मतलब प्रतिनिधि करने वाला एक भेड़ का लहू. യേശുവാണ് അവർക്ക് വിടുതൽ കൊടുത്തത്. आमीन. यीशु उनको छुटकारा दिया. യേശുവിനെ ചിത്രീകരിച്ച ഒരു ആട്ടുകൊറ്റന്റെ രക്തത്തിലാണ് ഇവർ വിടുതലാകുന്നത്. आमीन. यीशु को मतलब हालेलुया रिप्रेजेंट करके एक भेड़ के खून उसको छुटकारा देता है. ഒന്ന് നോക്കിയേ, അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കുള്ളത് നമുക്കുള്ളത് ആടിന്റെ രക്തമല്ല. ആമേൻ. നമുക്കുള്ളത് യേശുവിന്റെ രക്തം. आमीन. आज जो आप बैठे हुए हैं, हम बैठे हैं, हम सभी को छुड़ाने वाला हमें भेड़ की या बकरी की लहू नहीं, लेकिन कौन है? यीशु का लहू. യേശുവിന്റെ രക്തത്തിന് നിങ്ങളെ വിടുവിക്കാൻ പറ്റുമോ? आमीन. यीशु के लहू से क्या आप छुड़ाए जा सकते हैं? നിങ്ങളുടെ ആരുടെയെങ്കിലും പിതാക്കന്മാരുടെ ആ റൂട്ടിൽ, മാതാക്കളുടെ റൂട്ടിൽ എവിടെയെങ്കിലും ജനറേഷണൽ പ്രോബ്ലങ്ങൾ കിടപ്പുണ്ടെങ്കിൽ ആലയത്തിൽ വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, യേശുവിന്റെ രക്തം നിങ്ങളെ വിടുവിക്കും. आमीन. आप लोगों में से आपके माता के जो जड़ से अगर कोई भी मतलब कोई भी समस्या, आपके पिता के जड़ से आने वाला कोई भी समस्या अगर हो सकता है, वो जब आप इस कलीसिया में आते हैं, यीशु का लहू आपको छुटकारा दे सकता है. ബ്ലഡിൽ കൂടെ വന്നതിനെ മറ്റൊരു ബ്ലഡ് നിങ്ങളെ വിടുവിക്കാൻ. आमीन. खून से आने वाला जो भी समस्या है, उस समस्या को हालेलुया. दूसरा खून आपको आजाद दे सकता है. മനസ്സിലാകുന്നുണ്ടോ? आपको समझ में आ रहा है? ബ്ലഡിൽ കൂടെ വന്നതിനെ മറ്റൊരു രക്തം നിങ്ങളെ വിടുവിക്കാൻ പോകും. आमीन. जो हमारे खून में से आने वाला जो समस्याओं को दूसरा एक खून हमें छुटकारा दे सकता है. നമ്മൾ അടുത്ത ആഴ്ച അത് എങ്ങനെ വിടുതൽ കിട്ടുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. और अगला हफ्ता हम कैसे छुटकारा पा सकते हैं നമ്മൾ उसको हम തുടർന്ന് सोचेंगे. അടുത്ത ബിജു പാസ്റ്റർ വരുന്നിടം വരെ നമ്മൾ ഇതായിരിക്കും പഠിക്കുന്നത്. और अभी से जब तक बिजू पास्टर ना आए तब तक हम इस विषय में हम सोचेंगे. ബിജു പാസ്റ്റർ 2019 UK പോയപ്പോൾ എന്നോട് 3 മാസം എന്ന് പറഞ്ഞുകൊണ്ടാ പോയെ. ഇപ്പോഴും 3 മാസം എന്നാ പറഞ്ഞേക്കുന്നത്. पिछले बार 2019 में जब पास्टर जी गए तो बोला कि मैं 3 महीना के लिए मैं जाता हूँ. 6 മാസം കഴിഞ്ഞാ തിരിച്ചു വന്നേ. और 6 महीने के बाद आया. इस बार भी बोला कि मैं 3 महीना के लिए जा रहा हूँ बोलकर. പാസ്റ്റർ എപ്പം വരുമോ അന്നേരം വരെ. जब पास्टर जी आएगा तब तक. ഓക്കേ. അപ്പോൾ നിങ്ങൾ ഇന്ന് തൊട്ട് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. और इसलिए आप लोग आज से इस विषय के लिए आपको प्रार्थना करना എൻ്റെ है. എല്ലാ പ്രിയ സഹോദരന്മാരും എൻ്റെ കൂട്ടുകാരും ഫ്രണ്ട്സ് എല്ലാവരും നിങ്ങൾ ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കണം. आमीन. अभी से आप लोग आपके सारे भाई बहन सभी के लिए आप लोग प्रार्थना करना है. നിങ്ങളുടെ 20കളിൽ നിങ്ങൾ വിടുവിക്കപ്പെടട്ടെ, നിങ്ങൾ ഉയർന്നു പോട്ടെ. आमीन. आप इस 20 साल में आप यहाँ से छुटकारा पा करके आप ऊंचाई में उठ नहीं पाए. കണ്ടോ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ രാജ്യങ്ങൾക്ക്, പട്ടണങ്ങൾക്ക്, ഭൂഖണ്ഡങ്ങൾക്ക്, രാജാക്കന്മാർക്ക് നിങ്ങൾ അനുഗ്രഹമാകട്ടെ. आमीन. आप लोग दुनिया के कोने कोने में, दुनिया के चौर पर, विभिन्न स्थानों पर जाकर के आशीषित पाने वाले लोग हैं. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടോ. നിങ്ങൾ ഭൂഖണ്ഡങ്ങൾക്ക്, രാജ്യങ്ങൾക്ക്, രാജാക്കന്മാർക്ക് നിങ്ങൾ അനുഗ്രഹമാകട്ടെ. आमीन. आप लोग दुनिया के चौर चौर में, एक एक राज्य में, विभिन्न राज्यों में राजाओं के लिए आशीष करने वाले लोग हैं. हालेलुया. അതിനെ ഒന്ന് റിസീവ് ചെയ്തേ. आमीन. आप आमीन बोलकर स्वीकार करें. നിങ്ങൾ ഇന്ന് കൊച്ചു കൊച്ചു ബിസിനസ്സാ ചെയ്യുന്നതെങ്കിൽ ഇനി നിങ്ങൾ ബിസിനസ് മൾട്ടി മില്യന്റെ ബിസിനസ് ചെയ്യട്ടെ. आमीन. अगर आज आप छोटा छोटा एकदम बिजनेस व्यापार कर रहे हैं, वो बिजनेस मल्टी बिलियन का बिजनेस होने जा रहा നിങ്ങൾ है. ഇന്ന് ചെയ്യുന്ന ജോലിയെക്കാൾ ഏറ്റവും ഉയർന്ന ജോലി ചെയ്യട്ടെ. आमीन. अभी जो काम कर रहे हैं वहां से बढ़ करके ऊंचाई के काम നിങ്ങൾ आप ഇന്ന് करेंगे. പഠിക്കുന്നവരാണെങ്കിൽ ദൈവം നിങ്ങളുടെ ബുദ്ധിയെ തുറക്കട്ടെ. നിങ്ങൾ ഏറ്റവും ഉയർന്ന അളവിൽ പോട്ടെ. आमीन. अगर आप पढ़ाई कर रहे हैं, परमेश्वर आपकी बुद्धि को खोलने पाए, आप ऊंचाई की और भी पढ़ाई को करें. ഞാൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ അനുഗ്രഹിക്കുക. आमीन. मैं यीशु मसीह के लहू के द्वारा मैं आप सभी को आशीषित करता हूं. നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ. आप में से एक एक व्यक्ति, आप लोग आशीषित व्यक्ति है. നിങ്ങളുടെ ലൈഫിൽ ശാപത്തിന്റെ വേരിനെ പിഴുന്ന മീറ്റിംഗുകളാക്കി ദൈവം ഇത് മാറ്റട്ടെ. आमीन. आपके जीवन में हर एक श्राप की जड़ को मैं यीशु मसीह के नाम
से मैं ആമേൻ. लेकर छोड़ता हूँ। അടുത്ത കർത്താവിന് വെച്ച ജാനുവരി വരെ നമ്മൾ ഇത് പഠിക്കാൻ പോവാ. आमीन। अगले जनवरी तक हम इस विषय को पढ़ने जा रहे हैं। ബുക്കും പേനായുമായിട്ടൊക്കെ നിങ്ങൾ എല്ലാ സൺഡേയിലും इसलिए आप लोग किताब और कलम को आप जरूर लेकर आइए और अच्छे से लिखिए। പ്രാർത്ഥിക്കുകയും വേണം प्रार्थना भी कीजिए, കേട്ടോ. മറക്കല്ല, പ്രാർത്ഥിക്കണം, भूलिए मत, प्रार्थना करना है, പ്രാർത്ഥിക്കണം. प्रार्थना करना है। നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിടുതലെടുക്കും. आपके जीवन में छुटकारा होगा। നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. आमीन। हमारा परमेश्वर हमारे साथ है। അവന്റെ രക്തം നമുക്ക് അവൈലബിൾ ആ. आमीन। उसका लहू हमारे लिए उपलब्ध है। ഓ കിतना अच्छा है.